അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പേർഷ്യയുടെ മുന്നിൽ കീഴടങ്ങുന്നു എന്നതാണ് ഇപ്പോഴത്തെ വാർത്തയിൽ നിന്നും ബോധ്യപ്പെടുന്നത്. വലിയ ആക്രമണം നടത്തും ഇറാനിൽ എന്ന് ഭീഷണിപ്പെടുത്തിയ ട്രംപ് ഇപ്പോൾ താഴോട്ട് വന്നിരിക്കുകയാണ്. ട്രംപ് ഇപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന് വിട്ടുകൊടുക്കാൻ പോകുന്നു എന്നതാണ്. ഒമാനും അതുപോലെ തന്നെ ഇറാനും ഷെയർ ചെയ്തുകൊണ്ടാണ് ഹോർമുസ് കടലിടുക്കുള്ളത്. രണ്ട് ഭാഗത്തും, ഒരു ഭാഗത്തും ഒമാനും മറ്റൊരു ഭാഗത്തും ഇറാനുമാണ്. ഇപ്പോൾ അമേരിക്ക ഇറാന് മുന്നിൽ വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, the United States has proposed that Iran can control the inflow of vessels into the Strait of Hormuz. ഹോർമുസ് കടലിടുക്കിലേക്ക് കടക്കുന്ന എല്ലാ കപ്പലുകളുടെയും കൺട്രോൾ അത് ഇറാന് ആകാമെന്നാണ്. ഇതുവരെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അനുവദിക്കുകയില്ല, അവിടെ ഫീസ് ഈടാക്കാൻ പറ്റുകയില്ല. ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന അമേരിക്കയാണ്. ഇപ്പോൾ പറയുന്നു ഇൻഫ്ലോ, ഹോർമുസ് കടലിടുക്കിലേക്ക് കടക്കാനുള്ള അതിന്റെ കൺട്രോൾ അത് ഇറാന് നൽകാമെന്ന്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അത് കൺട്രോൾ ചെയ്യുന്നത് ഒമാൻ ആയിരിക്കണം എന്നാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യം ഇപ്പോൾ ഇറാൻ പൂർണ്ണമായും സമ്മതിച്ചിട്ടില്ല. ഇറാൻ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് പ്രതികരിച്ചിട്ടില്ല. ഇതായിരിക്കണം ഒരു പക്ഷേ തുർക്കിയുടെയും പാകിസ്ഥാന്റെയും ഇടനിലയിലായി അമേരിക്ക ഇറാനിലേക്ക് അയച്ചിട്ടുള്ള സന്ദേശം. ഈ അടിസ്ഥാനത്തിലാണ് ഇതിന് എന്താണ് ഇറാനിൽ നിന്ന് വരുന്ന പ്രതികരണം എന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും തുടർന്നുള്ള നടപടികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൈക്കൊള്ളുക. എന്തായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കക്ക് പ്രതിരോധിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. ഇറാന്റെ മിസൈലുകൾ, ഈ മിസൈലുകളെ തടുക്കാൻ, ഇസ്രയേലിന് പ്രൊട്ടക്ഷൻ നൽകാൻ, GCC രാഷ്ട്രങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ അമേരിക്കക്ക് കഴിയുന്നില്ല എന്ന് തന്നെയാണ്. ഈ യുദ്ധം ഇപ്പോൾ ആവരുത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് GCC രാഷ്ട്രങ്ങളാണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഈ സമ്മർദ്ദം വരുന്നു? ഈ GCC രാഷ്ട്രങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർക്കും ഇറാൻ എന്ന് അവർക്കറിയാം. കാരണം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിക്കുന്നത് ഇറാനിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളാണെങ്കിൽ ഈ GCC രാഷ്ട്രങ്ങളുടെയും ജോർദാനിലും ഒക്കെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളായിരിക്കും ഒരുപക്ഷെ ഇറാൻ ആക്രമിക്കുക. എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെ പ്രതിരോധ മിസൈലുകൾക്ക് ആവില്ല എന്ന കാര്യം ട്രംപിന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കണം അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ട്രംപ് കടന്നിട്ടുണ്ടാവുക. എന്തായാലും ഈ യുദ്ധത്തിൽ ഇറാന് മുന്നിൽ സൈനികപരമായും അടിയറവ് വെക്കേണ്ട സാഹചര്യം ലോക പോലീസ് അമേരിക്കക്കുണ്ടായി. അതും ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്ക നിലനിൽക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്നത് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും അപമാനകരമായ നിമിഷങ്ങളിൽ, അല്ലെങ്കിൽ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ നിമിഷമായി ഇത് മാറുന്നു എന്നതാണ് ബോധ്യപ്പെടുന്നത്.